നമസ്കാരം. 18ാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ INDA മുന്നണിയും NDA മുന്നണിയും തമ്മിൽ കാര്യമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് വേണ്ട എന്ന് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് NDAയുടെ പ്രധാന സഖ്യകക്ഷിയായ TDP. ലോക്സഭയിൽ 16 സീറ്റുകളുള്ള TDP ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. TDPയുടെ ദേശീയ വക്താവായ പട്ടാഭി റാം കൊമ്മറെഡ്ഡിയാണ് ദേശീയ മാധ്യമത്തോട് ഈ നിർണായക വിവരം പങ്കുവച്ചത്. ഡെപ്യൂട്ടി സ്പീക്കറുടെ റോൾ TDP ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു യോഗവും ഇതുവരെ നടന്നിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യ മോദി സർക്കാരിൽ AIADMKക്ക് ഉണ്ടായിരുന്നതുപോലെ ഈ സ്ഥാനം സഖ്യകക്ഷിയിലേക്ക് പോകുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് TDPയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഈ പ്രസ്താവന വരുന്നത്. ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി TDPയുടെ MP-മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് TDPയുടെ ഈ പ്രസ്താവന എന്നതും വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് BJP DMKക്ക് സ്പീക്കർ സ്ഥാനം നൽകിയേക്കുമെന്ന തരത്തിലുള്ള ചില വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിലടക്കം ഇടം പിടിച്ചത്. പക്ഷേ പിന്നീട് ആ കാര്യത്തിൽ തീരുമാനമൊന്നുമായില്ല. എന്നാൽ ഇപ്പോൾ TDP തങ്ങൾക്ക് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണ്ട എന്ന് പറയുമ്പോൾ BJP അത് DMKക്ക് തന്നെ വെച്ച് നീട്ടുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. ഇതിലൂടെ പ്രതിപക്ഷ സഖ്യത്തിൽ കാര്യമായ വിള്ളലുണ്ടാക്കാൻ BJPക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് തുനിഞ്ഞിറങ്ങിയപ്പോൾ ഭരണപക്ഷത്തിന്റെ വോട്ട് കൂടി കോൺഗ്രസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ നീക്കമൊക്കെ അവർ പാർലമെന്റിൽ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സുപ്രധാനമായ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം TDP വേണ്ട എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു പദ്ധതി BJPക്ക് ഉണ്ട് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.